മോഹൻലാൽ സിനിമകളുടെ അപ്ഡേറ്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ. വരാൻ പോകുന്ന പല മോഹൻലാൽ സിനിമകളുടെയും ലൈനപ്പുകളെ കുറിച്ച് പറയുമ്പോൾ അത്ഭുതത്തോടെയാണ് പലരും നോക്കുന്നത്. യുവ സംവിധായകരുടെ നിരയിൽ തന്നെ മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്ന നിരവധി ചിത്രങ്ങളുടെ സൂചനകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. അതൊക്കെ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്നതുമുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു ചിത്രത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പ്രേക്ഷകരെ ശരിക്കും അതിശയിപ്പിച്ചിരിക്കുകയാണ്. കാരണം ബോളിവുഡിൽ നിന്നും മോഹൻലാലിന് ഒരു നായിക എത്തുന്നു, അതും സാക്ഷാൽ കരീന കപൂർ മോഹൻലാലിന്റെ നായിക എത്തുന്നു എന്ന റിപ്പോർട്ടുകളും ഒക്കെയായി സോഷ്യൽ മീഡിയ നിറയുകയാണ്. ഇതെന്താണ് ഇത്രയും വലിയൊരു സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ റൂമറുകൾ സൂചിപ്പിക്കുന്നത്. കാരണം വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഒന്നിക്കാൻ പോകുന്നു എന്ന രീതിയിൽ പറയപ്പെടുകയാണ്. ആശീർവാദ് സിനിമാസും നോർത്ത് ഇന്ത്യയിൽ നിന്നും സിക്യ എന്റർടൈൻമെന്റും ചേർന്ന് നിർമ്മിക്കാൻ പോകുന്ന ഒരു ആക്ഷൻ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം കരീന കപൂറും ജോയിൻ ചെയ്യുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. L362 എന്ന സിനിമയായിരിക്കാൻ സാധ്യതയുണ്ട് ഈ ചിത്രമെന്നും പറയപ്പെടുന്നു. ഇത് വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിലും വാർത്തകളായി വന്നു എന്നതാണ് മറ്റൊരു ആകർഷകമായ കാര്യം. കാരണം നോർത്ത് ഇന്ത്യൻ ഓൺലൈൻ മീഡിയകളൊക്കെ ഈ വാർത്തകൾ കൊടുത്തിരുന്നു എന്നതും കാണേണ്ടതാണ്. മോഹൻലാലിന്റെ 2025 ഇതിനകം തന്നെ വലിയ വലിയ പ്രോജക്റ്റുകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തന്റെ ദ്വിഭാഷാ ചിത്രമായ ഋഷഭയുടെ ചിത്രീകരണത്തിനാണ് അദ്ദേഹം ഇപ്പോൾ മുംബൈയിലുള്ളത്. നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഡ്രാമയിൽ ഷനായ കപൂർ, റോഷൻ മേക്ക എന്നിവരും അഭിനയിക്കുന്നുണ്ട്. 2 ടൈം ലൈനുകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രം മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ പുറത്തിറങ്ങും. കൂടാതെ മറ്റു ഭാഷകളിൽ ഡബ് ചെയ്തും എത്തുന്നുണ്ട്. ഋഷഭ പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ ജോയിൻ ചെയ്യും. അവിടെ അദ്ദേഹം ഐശ്വര്യലക്ഷ്മിക്കും സംഗീതയ്ക്കും ഒപ്പം അഭിനയിക്കുകയാണ്. കൂടാതെ മറ്റ് ചില സിനിമകൾ അദ്ദേഹത്തിൻ്റെതായ റിലീസിനും ഒരുങ്ങിയാണ്. ഇതിനിടയിലാണ് കരീന കപൂറുമായുള്ള അദ്ദേഹത്തിന്റെ സിനിമാ സാധ്യതയെക്കുറിച്ചുള്ള വാർത്തകൾ ആവേശം വർദ്ധിപ്പിച്ചത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിനായുള്ള ചർച്ചയിലാണ് കരീന കപൂർ എന്നാണ് വിവരം. ഇതിനെ കരീന കപൂറുമായി ബന്ധപ്പെട്ടു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നതും. ആശീർവാദ് സിനിമാസും സിക്യ എന്റർടൈൻമെന്റും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രം 2025 നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോജക്റ്റിന് പിന്നാലെ ടീം ഉടൻ തന്നെ ഇത് പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കിൽ, 11 തുടങ്ങിയ നൂതന പ്രോജക്റ്റുകൾക്ക് പേരുകേട്ട സിക്യ എന്റർടൈൻമെന്റ് ഓസ്കാർ ജേതാവ് ഗുനീത് മോംഗയും സച്ചിൻ ജെയിനും നയിക്കുന്നു. എന്തായാലും മോഹൻലാലിന്റേതായി അതിശയിപ്പിക്കുന്ന ചില പ്രോജക്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് പുതിയ സിനിമകളുടെ റൂമറുകളും മൂവി ബസ്സുകളും വലിയ രീതിയിൽ പ്രചരിക്കുന്നതുമുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ കരീന കപൂർ മോഹൻലാലിന്റെ സിനിമയിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നതും അതും വലിയൊരു നിർമ്മാണ കൊളാബറേഷൻ നടക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നതും. ആക്ഷന് പ്രാധാന്യമുള്ള സിനിമകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നതും. മമ്മൂട്ടിയും കുഞ്ചാക്കോവനും ഫഹദ് ഫാസിൽ എന്നിവർ അഭിനയിക്കുന്ന മഹേഷ് നാരായണന്റെ ബിഗ് ബജറ്റ് ചിത്രത്തിൽ മോഹൻലാൽ ഒരു ഗ്യാങ്സ്റ്ററായി അഭിനയിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിനിടയ്ക്കുണ്ട്. ഇതൊക്കെ മോഹൻലാലിന് അഭിനയിച്ച് തീർക്കേണ്ട ചില സിനിമകളുമാണ്. ഇതിന്റെയൊക്കെ വർക്കുകൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് പുതിയ ചില ഗംഭീര സിനിമകളുടെ സൂചനകളും റൂമറുകളും ഒക്കെ വരുന്നത്. മോഹൻലാലുമായുള്ള കരീനയുടെ സഹകരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ സാധ്യതയുള്ള പങ്കാളിത്തത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകൾ. ഇതൊക്കെ ശരിയാണെങ്കിൽ അത് ഹിന്ദി, മലയാളം ചലച്ചിത്ര വ്യവസായങ്ങളിൽ നിന്നുള്ള പ്രതിഭകളുടെ ഒരു പ്രധാന ക്രോസ് ഓവർ ആയിരിക്കും. ഇതിൽ തന്നെ ഋഷഭയൊക്കെ ബോളിവുഡിലും മലയാളത്തിലും ഒരുമിച്ച് തരംഗമാകാൻ പോകുന്ന മോഹൻലാൽ സിനിമകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഷൂട്ടിംഗിലാണ് ഇപ്പോൾ മോഹൻലാൽ മുംബൈയിൽ ഉള്ളതും.